ശബരിമലയിൽ ഭക്തജന തിരക്ക് വീണ്ടും കൂടിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 1 ലക്ഷത്തിലേറെ പേരാണ് മല ചവിട്ടിയെന്ന് കണക്കാക്കപ്പെടുന്നത്. ദർശനത്തിന് 12 മണിക്കൂറിലേറെ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. സന്നിധാനം മുതൽ നീലിമല വരെ ഭക്തരുടെ നീണ്ട നിര കാണാനുമുണ്ട്. നമുക്കിപ്പം ശ്യാം സുന്ദർ ചേരുന്നുണ്ട്. ശ്യാം, ഈ നമ്മുടെ ശബരിമലയിൽ വലിയ രീതിയിലുള്ള തിരക്കാണ്. ഈ 12 മണിക്കൂർ 15 മണിക്കൂറൊക്കെ ക്യൂ നിന്നാണ് ഇപ്പോൾ ഭക്തർ ദർശനം നടത്തുന്നത്. അപ്പോൾ ഈ വരും മണിക്കൂറുകൾ എങ്ങനെയാവും? ഇത്തരത്തിൽ തിരക്ക് തുടരുകയാണെങ്കിൽ വരും മണിക്കൂറുകൾ കൂടുതൽ നിയന്ത്രണ വിധേയം ആവുമോ? എങ്ങനെയാണ് കാര്യങ്ങൾ? വരും മണിക്കൂറുകൾ നിർണായകമല്ലേ? സേതു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിലുള്ള തിരക്കാണ് ഇപ്പോൾ ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നലെ രാത്രി 10 മണി 11 മണി മുതൽ തുടങ്ങിയ തിരക്കാണ്. അതിപ്പോഴും തുടരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഇന്നലെ അവധി ദിവസമായിരുന്നു, ഞായറാഴ്ചയായിരുന്നു. അതിൻ്റെതായ തിരക്ക് ഇന്നലെ വൻതോതിൽ അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ റെക്കോർഡ് അയ്യപ്പന്മാരാണ് പടി കയറിയത്, 18ാം പടി കയറിയത്. 1,969 പേർ ആണ് ഇന്നലെ 18ാം പടി കയറിയത്. അത് ഇതുവരെ ഈ മണ്ഡല സീസണിൽ, മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതലാണ്, ഏറ്റവും റെക്കോർഡ് എണ്ണമാണ്. പിന്നെ ഇപ്പോൾ നിമിഷത്തിൽ 76 പേർ എന്ന കണക്കിലാണ് ഇപ്പോൾ 18ാം പടി കയറുന്നത്. അത് ഈ സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ ആണ്. ഏറ്റവും പരമാവധി ആളുകളെയാണ് ഇപ്പോൾ 18ാം പടി കയറിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും തിരക്കിനൊരു ശമനവുമില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നടപ്പന്തൽ മുഴുവൻ ഭക്തജനങ്ങൾ അയ്യപ്പൻ ഒരു നോക്ക് കാണാനായി തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും തിരക്ക് ഒട്ടും തന്നെ നീങ്ങുന്നില്ല. പക്ഷേ പോലീസ് പറയുന്നത് തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്നതാണ്. സന്നിധാനത്ത് ഒരു പ്രതിസന്ധി ഇല്ല എന്നതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. കൂടുതൽ തിരക്ക് വന്നാലും, ഇതിൽ കുറച്ച് കൂടുതൽ തിരക്ക് വന്നു കഴിഞ്ഞാലും നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് എന്നാണ് പോലീസ് പറയുന്നത്. നമുക്ക് ഭക്തജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് പോവാം. ചെന്നൈ நாங்கள் நேற்று 9 மணிக்கு வந்தோம். இன்னைக்கு காலைல தான் சாமி பார்த்தோம். இல்லை, மார்னிங் 9 மணி. സേതു, ഇവർ പറയുന്നത് രാവിലെ 9 മണിക്ക് വന്നതാണ്. ഇപ്പോൾ സമയം 8 മണിയോളം ആയി. ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടാണ് ഇപ്പോൾ ദർശനത്തിന് എത്തുന്നത്, ദർശനം സാധ്യമാവുന്നത്. 12:30 மணிக்கு பம்பையில் ஏறினேன். இப்போதான் சாமி பார்க்குறேன். நேற்று 12:30 மணிக்கு இப்போதான் பார்க்குறேன். ஈவினிங் 6 மணிக்கு சாயம் 6 மணி 9 மணிக்கு ஏறணும் சாமி. லாக் பண்ணி க்ளோஸ் பண்ணுறாங்க. அங்கே கேட்டு இப்போ லாக் பண்ணி ഫ്രീ பண்ணுறாங்க. ആമാ. ഇത് ഇവർ പറയുന്നത് ഘട്ടം ഘട്ടമായി കുറച്ച് പേരെയാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. അതായത് ശ്യാം, ഇന്നലെ 12 മണിക്ക് നല്ല തിരക്കുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ വന്നത്. ഇപ്പോഴാണ് സ്വാമി അമ്പലത്തിൽ കയറിയിട്ട് ഇപ്പോഴാണ് സ്വാമി കാണുന്നത്. ഒരു 12 മണിക്കൂർ അങ്ങ് വെച്ചത് ഒക്കെ അവിടെ പുറത്ത് കൊടുത്ത് കുറച്ച് തരണുണ്ട്. ആ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇവർ പറയുന്നത് 12-15 മണിക്കൂറോളം കാത്തുനിന്നതിന് ശേഷമാണ് ദർശനം സാധ്യമാവുന്നത്. അവിടെ ഭക്ഷണവും വെള്ളവും എല്ലാം 12 മണിക്ക്, അതുപോലെ ഇന്നലെ രാവിലെ 9 മണിക്കൊക്കെ വന്നവരാണ് ഭക്ഷണം പോലും കഴിക്കാതെ ഈ ക്യൂവിൽ നിൽക്കുന്നത്. അറിയാം, അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് ഭക്തജന തിരക്ക് കൂടുതലായിരിക്കും. മാത്രമല്ല, ഘോഷയാത്രയൊക്കെ, തങ്കയങ്കി ഘോഷയാത്രയൊക്കെ എത്താറായി. അപ്പോൾ മണ്ഡലകാലം അതിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ എണ്ണം കൂടുതലാകും എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്? എന്താണ് അധികൃതർ പറയുന്നത് ഈ ഒരു തിരക്ക് ഈ അനിയന്ത്രിതമാകാനുള്ള കാരണത്തെക്കുറിച്ച്? സേതു, ഇത്രയും കൂടുതൽ തിരക്ക് അനുഭവപ്പെടാൻ നമുക്കറിയാം. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഇന്നും നാളെയും മറ്റന്നാളും, അതായത് ഇവിടെ പ്രത്യേക പൂജകൾ നടക്കും. നാളെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നടക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ദിനമാണ്. അതിനാൽ തന്നെ അത് ദർശിക്കാനും അതിന് പിറ്റന്നാൾ, അതായത് 27-ാം തീയതി ഇവിടെ മണ്ഡല പൂജയാണ്. അപ്പോൾ തുടർച്ചയായുള്ള അവധി ദിനങ്ങളും നമുക്കറിയാം, മറ്റു ദിനങ്ങളിലും ഇപ്രാവശ്യം ഈ സീസണിൽ വൻ ഭക്തജന തിരക്കാണ്, അസാധാരണമായ ഭക്തജന തിരക്കാണ്. അതും തുടർന്ന് വരുന്ന അവധി ദിനങ്ങളും കൂടിയാകുമ്പോൾ തിരക്ക് ഏറെ വർദ്ധിക്കുന്നുണ്ട്. എന്നാലും അധികൃതർ പറയുന്നത് തിരക്ക് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണ് എന്നതാണ്. ഇതിൽ കൂടുതൽ തിരക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു പ്രതിസന്ധി ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് തന്നെ പോവാം. തെലുങ്കു சொல்லுங்க சாமி. நான் 2 நாள் ஆகுது சாமி வந்து. பெரிய பாதை வழியா வந்தா 2 நாள் ஆகுது. நேற்று நைட் அம்மா எங்க இருந்து வரீங்க? வேலூர் மாவட்டம். எப்ப இறங்கிங்க? முந்தா நாள் வந்தோம்.
ஞாயிற்றுக்கிழமை காலையில் வந்தோம். நேற்று இன்னைக்கு எல்லாம் நடந்துக்கினே இருக்கிறோம். பம்பால ஒன்றும் கொடுக்கவே மயக்கம் போட்டு விழுந்து அடிபட்டு வந்துக்கு நிற்கிறேன் குடோனில் போடும்போது. സേതുവർ പറയുന്നത് മിനിഞ്ഞാന്ന് വൈകുന്നേരം ഇവിടുന്ന് വന്നതാണ്, നാട്ടിൽ നിന്ന് വന്നതാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഭക്ഷണം പോലും ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇത്ര നേരമായി ഭക്ഷണം ലഭിച്ചിട്ടില്ല, മയക്കം വരുന്നുണ്ട്, ചിലർ മയങ്ങി വീഴുന്നുണ്ട് എന്നെല്ലാം ഇവർ പറയുന്നുണ്ട്. എങ്കിലും സന്നിധാനത്തേക്ക് മേളിലോട്ട് സന്നിധാനത്തേക്ക് കയറുമ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. താഴോട്ട് ഭക്ഷണവും വെള്ളമെല്ലാം അധികൃതർ എത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. സേതു, ശ്യാം, ഈ നമ്മുടെ ഈ ക്യൂ ഉണ്ടല്ലോ, അത് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ഒരു ക്യൂ ഒക്കെ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഈ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ തിരക്കില്ലാതെ കയറ്റിവിടുന്ന ആ ഒരു സംവിധാനം എത്രത്തോളം കാര്യക്ഷമമായി പോകുന്നുണ്ട് അവിടെ? സേതു, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ എന്നത് ഇപ്പോൾ പാലിക്കപ്പെടാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പലയിടത്തുനിന്നായി കണക്കിൽ പെട്ടതും പെടാത്തതുമായ പലരും വരുന്നുണ്ട്. അപ്പോൾ ക്യൂവിൽ നമുക്ക് പ്രത്യേക ഒരു ക്യൂ പാലിക്കുക എന്നത് ഇപ്പോൾ സാധ്യമാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. നമുക്കറിയാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക ക്യൂ അനുവദിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് സംശയം തന്നെയാണ്. നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ദിവസങ്ങളോളം രണ്ടു ദിവസം മുൻപെല്ലാം നാട്ടിൽ നിന്ന് വന്ന് ഇപ്പോഴും ദർശനത്തിനായി കാത്തു നിൽക്കുന്നവർ ഇവിടെയുണ്ട്. அம்மா மலையாளி தமிழா? தமிழ். எப்ப இறங்கீங்க? நேற்று வந்தோங்க. எவ்வளவு நேரமா காத்திருக்கீங்க? நைட்ல ஃபுல்லா இங்க தான் இருக்குதுங்க. பூரா காத்திருக்கீங்க. உங்களுக்கு ஃபுட் எதுவுமே இல்லை, அதெல்லாம் இல்லைங்க. சாப்பிடலையா? எதுவுமே சாப்பிடல, எதுவுமே கூட. நேற்று 3 மணிக்கு வந்தேன் சார். வாட்டர் ஃபெசிலிட்டி மட்டும் தான், அதுவுமே சரியா இல்லை. வாட்டர் ஃபெசிலிட்டி சரியா இல்லை, ஃபெசிலிட்டிஸ் கூட இல்லை. பேசிக் காமன் எதுவுமே இல்லை. நேற்று 3 மணிக்கு வந்தேன் சார், இப்போ தான் வந்து ஆமாங்க. ഇവർ പറയുന്നത് ഇന്നലെ 3 മണിക്ക് വന്നതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 മണിക്ക് എത്തിയതാണ്. ഇപ്പോഴും ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന പ്രതികരണം വരുന്നുണ്ട്. നമുക്ക് വെള്ളം മാത്രമേ ലഭിക്കുന്നുള്ളൂ, ഭക്ഷണമൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസമായി 24 മണിക്കൂറിന് കൂടുതലായി ഭക്ഷണമൊന്നും കഴിക്കാത്ത ദർശനത്തിനായി കാത്തു നിൽക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളത്.